ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ്റ്റ് ക്രിയേറ്റീവ് വേൾ. ഇന്നത്തെ റെസിപ്പി ഒരു സ്പെഷ്യൽ പുട്ടാണ്. ഗോതമ്പ് പുട്ടാണ് ഉണ്ടാക്കുന്നത്. അത് ഭയങ്കര സോഫ്റ്റ് ആവാനും നല്ല ഫ്ലേവർ കിട്ടാനും വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സും കൂടെ ഞാൻ പറയുന്നുണ്ട്. ഇത് നമ്മൾക്ക് പൊടി വറക്കേണ്ട ആവശ്യമില്ല, അതുപോലെ തന്നെ വെള്ളവും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിനകത്ത് ഇതൊന്നുമില്ലാതെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ കൂടെ ഒരു സ്പെഷ്യൽ കടലക്കറിയും കൂടെ ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. അതിനും ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. അതായത് തേങ്ങ വറുത്ത് ചേർക്കാത്ത കടലക്കറിയാണത്. അതുപോലെ തന്നെ അതിനകത്ത് വേറെയും കുറച്ച് സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നുണ്ട്. സാധാരണ ഗോതമ്പ് പുട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ പറയാറുണ്ട്, ചൂടോടെ കഴിച്ചാലേ ടേസ്റ്റ് ഉള്ളൂ, കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ അത് ഹാർഡാവുന്നു. പക്ഷേ ഈ പുട്ട് കുറേ നേരം ഇരുന്നാലും ഹാർഡാവത്തില്ല. അതാണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. ആദ്യമേ തന്നെ ഇതിൻ്റെ കടലക്കറി പെട്ടെന്നൊന്ന് ശരിയാക്കിയെടുക്കാം. അതിനായിട്ട് 250 ഗ്രാംസ് കടല ഞാൻ തലേദിവസം വെള്ളത്തിലിട്ട് വെച്ചതാണ്. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം. വേവിക്കുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. തക്കാളി വലുത് ഒരെണ്ണം, സവാള അരിഞ്ഞത് ഒരെണ്ണം, പിന്നെ നമ്മൾക്ക് വേണ്ടത് കുറച്ച് പൊടികളാണ്. ആദ്യമേ തന്നെ ഒരു വലിയ കുക്കർ എടുത്ത് അതിനകത്തോട്ട് കുതിർത്തി വെച്ച കടലയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളി, ഉള്ളി ഇതെല്ലാം ഇട്ട് കൊടുക്കുക. ഇനി ഇതിനകത്തോട്ട് 1/2 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇനി വേണ്ടത് 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല. ഏത് ചിക്കൻ മസാലയിലും കുഴപ്പമില്ല, 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ 3 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ പാകം എന്ന് പറയുന്നത് കടല മുങ്ങി നിൽക്കണം വെള്ളത്തിൽ, വെള്ളം കുറച്ച് മുകളിൽ നിൽക്കണം, അത്രയും വരെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി നമ്മൾക്കിത് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം. കടല കുറച്ച് അധികം നേരം വേവിക്കേണ്ടി വരും. അതുകൊണ്ട് ഇത് വിസിൽ വന്നാലും ചെറിയ തീയിൽ അവിടെ ഇട്ട് കൊടുക്കാം. ഒരു 1/2-3/4 മണിക്കൂർ ഒന്ന് വേവിച്ചെടുക്കണം. ഈ സമയം കൊണ്ട് കറിയിലോട്ട് വഴറ്റാൻ ആവശ്യമായിട്ടുള്ള ചേരുവകൾ തയ്യാറാക്കാം. ആദ്യം വേണ്ടത് ഇഞ്ചി പൊടിയായിട്ട് എരിഞ്ഞത് 2 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി പൊടിയായിട്ട് എരിഞ്ഞത് 2 ടേബിൾ സ്പൂൺ, സവാള ഒരെണ്ണം, പിന്നെ എടുത്തിട്ടുള്ളത് 4-5 ചെറിയ ഉള്ളി അരിഞ്ഞതാണ്, പച്ചമുളക് 3-4 എണ്ണം, തക്കാളി ഒരെണ്ണം, പിന്നെ കുറച്ച് കറിവേപ്പില. ഇത്രയും സാധനങ്ങളാണ് വഴറ്റാൻ ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ടിനി കടുക് ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് പൊട്ടി വരുമ്പോൾ 1 ടീസ്പൂൺ ജീരകം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ചെറുതായിട്ടൊന്ന് വഴന്നു വരുമ്പോൾ നമ്മൾക്കിനി അരിഞ്ഞു വെച്ച ചേരുവകൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ആദ്യമേ തന്നെ വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. വെളുത്തുള്ളി അരിഞ്ഞത് 2 ടേബിൾ സ്പൂൺ, അതാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് നേരം ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതൊന്ന് വഴന്നതിന് ശേഷം ഇഞ്ചി 2 ടേബിൾ സ്പൂൺ ചെറുതായിട്ട് അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. അതും കൂടെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി നമ്മൾ അരിഞ്ഞു വെച്ച ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് വഴറ്റിയാൽ പെട്ടെന്ന് വഴന്ന് കിട്ടും. ഇനി കറിവേപ്പിലയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഇട്ട് കൊടുത്ത് ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഇത് നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ആവശ്യമായിട്ടുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, ചിക്കൻ മസാല 1 ടീസ്പൂൺ. ഇത്രയും ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ചിക്കൻ മസാല നമ്മൾ കടല വേവിക്കുമ്പോൾ കുറച്ച് ഇട്ട് കൊടുത്തിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ 1 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. പൊടികളെല്ലാം വഴന്നതിന് ശേഷം തക്കാളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഏകദേശം 1 മണിക്കൂറൊക്കെ കഴിഞ്ഞു. ഞാനിവിടെ കുക്കർ തുറന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തുനിന്ന് 1/2 കപ്പോളം കടലയൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഗ്രേവി നല്ല തിക്കായിട്ടിരിക്കും. അതുപോലെ തന്നെ കടലക്കറിക്ക് ഒരു സ്പെഷ്യൽ ടേസ്റ്റും ഉണ്ടായിരിക്കും. ഇനി ബാക്കിയുള്ള കടല ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്ത് എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇനി നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ച കടലയും അതിനകത്തോട്ട് 1/2 കപ്പ് തേങ്ങ ചിരവിയതും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. 1 ടീസ്പൂൺ പെരിഞ്ജീരകവും കൂടെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാനിതിവിടെ പെരിഞ്ജീരകം പൊടി എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നില്ല. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഒന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. ഇപ്പോൾ ഇതിവിടെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഈ സമയത്ത് 1 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് തിളപ്പിക്കുന്നുണ്ട്.
കുറച്ച് നേരം അടച്ച് വെച്ച് ചെറിയ തീയിലൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോഴാണ് കടലയുടെ ഉള്ളിലോട്ടൊക്കെ നന്നായി ഇത് പിടിക്കത്തുള്ളൂ. ഇപ്പോൾ നമ്മളുടെ ടേസ്റ്റ് ആയിട്ടുള്ള കടലക്കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് പെട്ടെന്ന് തന്നെ പുട്ടുണ്ടാക്കിയെടുക്കാം. പുട്ടുണ്ടാക്കാനായിട്ട് മിക്സിയുടെ ഒരു ചെറിയ ജാർ എടുക്കുക. അതിനകത്തോട്ട് 1/2 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് വറക്കേണ്ട ആവശ്യമൊന്നുമില്ല, നോർമൽ ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി വേണ്ടത് 2 ടേബിൾ സ്പൂൺ ചോറാണ് ഇട്ട് കൊടുക്കുന്നത്. ഏത് തരം ചോറ് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഞാനിവിടെ മട്ട റൈസാണ് ഇട്ട് കൊടുക്കുന്നത്. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇട്ട് കൊടുക്കുന്നത് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആണ്, അതായത് ഉലുവാപ്പൊടി 1/4 ടീസ്പൂൺ. ഇത് വറക്കാതെ പൊടിച്ച ഉലുവാപ്പൊടിയാണ്, നോർമൽ ഉലുവാപ്പൊടി. അതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് 1/4 ടീസ്പൂൺ. ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് കൊണ്ട് നമ്മളുടെ പുട്ടിന് നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കിട്ടുക. അതേപോലെ തന്നെ ഇത് കുറേ നേരം സോഫ്റ്റായിട്ട് ഇരിക്കുകയും ചെയ്യും. ഇനി ഇതെല്ലാം കൂടെ മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. ഇത് പൾസ് മോഡിൽ വേണം അടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഞാനിതിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിലായിരിക്കും നമ്മൾക്കിത് കിട്ടുക. ഇനി ഇതേ അളവിൽ തന്നെ ഒരു പ്രാവശ്യം കൂടെ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് മിക്സിയിൽ. അതും കൂടെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഇതിനകത്ത് ചോറ് കൂടിക്കഴിഞ്ഞാൽ ഇത് ഉണ്ടയാവും. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുക്കുക. നമ്മൾ കയ്യിൽ പിടിക്കുമ്പോൾ ഇതുപോലെ കിട്ടണം. ഇതാണ് ഇതിൻ്റെ പാകം. ഇതിങ്ങനെ അടിച്ചെടുക്കുമ്പോഴേ നമ്മൾക്കറിയാം ഉലുവയുടെയൊക്കെ നല്ലൊരു ഫ്ലേവർ വരുന്നുണ്ട്. ഇനി വേണ്ടത് തേങ്ങ ചിരവിയതാണ്. അതായത് പുട്ടുണ്ടാക്കാൻ നോർമലി നമ്മൾക്ക് തേങ്ങ ആവശ്യമുണ്ട്. ഈ സമയത്ത് പുട്ടുങ്കലത്തിൽ വെള്ളം വെച്ച് ഫ്ലെയിം ഓൺ ചെയ്യാം. ഇനി നമ്മളുടെ പുട്ടും കുറ്റിയിലോട്ട് ഒരു ടേബിൾ സ്പൂൺ വെച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ ഇട്ട് കൊടുത്താൽ പുട്ടിൻ്റെ സൈസ് ഒരേപോലെ ഇരിക്കും. അതുകൊണ്ട് ഇങ്ങനെയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. തേങ്ങയും ഗോതമ്പ് പൊടിയും മാറി മാറി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇത് അടുപ്പത്തോട്ട് വയ്ക്കാം. ഈ ഗോതമ്പ് പൊടിയിലോട്ട് വേണമെങ്കിൽ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. ഞാനിതിവിടെ ഇട്ട് കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മളുടെ പുട്ടും കുറ്റിയിലോട്ടെല്ലാം ഇട്ട് കൊടുത്തു കഴിഞ്ഞു. ഇനി ഇത് അടച്ച് വെച്ച് അടുപ്പിലോട്ട് വയ്ക്കാം. ഗോതമ്പ് പുട്ടായതുകൊണ്ട് തന്നെ ഒരു 5 മിനിറ്റെങ്കിലും ഇതിൻ്റെ സ്റ്റീം വന്നുകൊണ്ടിരിക്കണം. എന്നാൽ മാത്രമേ ഇത് വേവത്തുള്ളൂ. ഇപ്പോൾ നമ്മളുടെ പുട്ട് കുറച്ച് നേരമായിട്ട് ആവി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനിത് അടുപ്പിൽ നിന്ന് മാറ്റുവാണ്. ഇത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റാണ്. അതേപോലെ തന്നെ ഉലുവയുടെയൊക്കെ നല്ലൊരു ഫ്ലേവറും കൂടിയുണ്ട്. ഇതൊരു സ്പെഷ്യൽ പുട്ട് തന്നെയാണ്. ഉലുവയ്ക്ക് ഒരുപാട് ഹെൽത്തി ബെനിഫിറ്റ്സ് ഉണ്ട്. നടുവേദന മാറാനൊക്കെ ഒത്തിരി നല്ലതാണ് ഉലുവ. അതുപോലെ തന്നെ ഷുഗർ കൺട്രോൾ ചെയ്യാനും അതിനെല്ലാം ഉലുവ നല്ലതാണ്. പിന്നെ അത് മാത്രമല്ല, നമ്മളുടെ പുട്ടിന് നല്ലൊരു ഫ്ലേവറും കൂടെ ഉലുവ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഈ മെത്തേഡൊന്ന് ട്രൈ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എല്ലാം കമൻസിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്